നെറ്റ്ഫ്ലിക്സിലൂടെ പുതുതായിട്ട് റിലീസ് ചെയ്ത സീരീസാണ് സ്പ്ലിൻറ്റർ സെൽ ഡെത്ത് വാച്ച്. ആൻഡ് ഇതിൻ്റെ ഗെയിം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രീവിയസ് ഗെയിം കളിച്ചവർക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി സെറ്റപ്പ് അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് അന്നത്തെ ഈ ഒരു നോക്കിയയുടെ ഒക്കെ ഒരു കീപാഡ് സെറ്റിൽ സ്പ്ലിൻറ്റർ സെല്ലിൻ്റെ ഗെയിം കളിച്ചിട്ടുള്ള ഒരു ഓർമ്മയാണ്. കാരണം അന്ന് ഇതിൽ ഓരോ മിഷൻസും ഓരോ സ്ഥലത്തു നിന്നുള്ള ഒരു ചലഞ്ചസും ഒക്കെ ആയിട്ടുള്ള കുറേ മിഷൻസ് ഒക്കെ ആയിരുന്നു അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആ ഒരു ചെറിയൊരു നെയിം മാത്രമേ എനിക്ക് ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഒരു ഗെയിമിനെ കുറിച്ച് അറിയുള്ളൂ. പക്ഷേ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ എപ്പിസോഡ്സിൻ്റെയും ആ ഒരു ഫാസ്റ്റ് പേസിംഗ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ്, കാരണം എവിടെയും വലിയ അധികം രീതിയിൽ വളച്ച് നീട്ടാതെ വളരെ ടു ദ പോയിന്റ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോറിയിലേക്ക് കിടക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു പെർട്ടിക്കുലർ മിഷൻ ഏറ്റെടുക്കുകയും അതിനുണ്ടാവുന്ന ചലഞ്ചസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എക്സ് ഏജന്റ്. ആൻഡ് അദ്ദേഹം പിന്നീട് ഇതിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വീണ്ടും ഇറങ്ങേണ്ടി വരികയാണ്. ആൻഡ് അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റൈലാണ്. വളരെയധികം സിമ്പിൾ ആൻഡ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ടോട്ടൽ 8 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഓരോ എപ്പിസോഡിന് ഒരു 20-25 മിനിറ്റ്സിന്റെ ഡ്യൂറേഷനേ ഉള്ളൂ. ആൻഡ് അത് കഴിയുന്നത് തന്നെ നമ്മൾ അറിയില്ല, പെട്ടെന്ന് തന്നെയാണ് കഴിയുക ഒരു എപ്പിസോഡ്സിന്റെ മൊത്തത്തിലുള്ള ഒരു പോക്ക്. എൻ്റെ അവസാനത്തെ ഒരു എൻഡിങ് ആയാലും ശരി വളരെയധികം യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. നമ്മൾ അതുവരെ സ്ഥിരം കണ്ടല്ലെങ്കിൽ ഓക്കെ ഇനിയിപ്പോൾ ഇതാവും ഉണ്ടാവുക എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കാതെ അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ട് നിർത്തിയത് നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം അതുവരെ നമ്മൾ ഓക്കെ ഇതേ ടെംപ്ലേറ്റ് തന്നെയാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളത്, ഇതിലെന്താ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളൊരു തോട്ടിന്റെ ഒരു പോയിന്റിൽ അവർ പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി അറ്റംപ്റ്റ് അവിടെ ശ്രമിച്ചു. തന്നെ നല്ല പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. എൻ്റെ ആ ഒരു സീരീസിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് ഇതിന്റെ ഒരു സീസൺ 2 ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാക്കുക, ഒരിക്കലും ഒരു സമയം വേസ്റ്റ് ആവില്ല എന്ന് ഉറപ്പു തരികയാണ്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക.